ആമിന ഓടണ്ട, ഓടി ഓടി തളരണ്ട. കിട്ടൂല ആമിന കിട്ടൂല, നിനക്കീ പെട്ടി കിട്ടൂല, കിട്ടൂല സൈനബ കിട്ടൂല. ഓടണ്ട ആമിന ഓടണ്ട, ഓടി ഓടി തളരേണ്ട. കിട്ടൂല ആമിന കിട്ടൂല, കിട്ടൂല സൈനബ കിട്ടൂല, ഈ പെട്ടി നിനക്കും കിട്ടൂല. പുരക്കൽ ബാപ്പൂട്ടി, സൂത്രക്കാരൻ ബാപ്പൂട്ടി. പെട്ടി നോക്കി കിടക്കുന്നു, നിധി പെട്ടി നോക്കി കിടക്കുന്നു, പെട്ടിക്ക് കാവല് കിടക്കുന്നു. പുരക്കൽ ബാപ്പൂട്ടി, സൂത്രക്കാരൻ ബാപ്പൂട്ടി. പെട്ടി നോക്കി കിടക്കുന്നു, നിധി പെട്ടി നോക്കി കിടക്കുന്നു, പെട്ടിക്ക് കാവല് കിടക്കുന്നു. ഓടണ്ട ആമിന ഓടണ്ട, ഓടി ഓടി തളരേണ്ട. കിട്ടൂല ആമിന കിട്ടൂല, കിട്ടൂല സൈനബ കിട്ടൂല, ഈ പെട്ടി നിനക്കും കിട്ടൂല. ഓ, ഈ വയ്യാത്ത സമയത്താ ഒരു മുടി അറപ്പിക്കല്. ബീഡർ സൈനബ കൊഞ്ചുന്നു, ബീഡർ ആമിന കൊഞ്ചുന്നു. പെട്ടിയെടുക്കാനോടുന്നു, ഞെട്ടുന്നു അവർ ഞെട്ടുന്നു, പെട്ടി തുറന്ന് ഞെട്ടുന്നു. ബീഡർ സൈനബ കൊഞ്ചുന്നു, ബീഡർ ആമിന കൊഞ്ചുന്നു. പെട്ടിയെടുക്കാനോടുന്നു, ഞെട്ടുന്നു അവർ ഞെട്ടുന്നു, പെട്ടി തുറന്നപ്പോ ഞെട്ടുന്നു. ഓടണ്ട ആമിന ഓടണ്ട, വെറും 24 മണിക്കൂറിനുള്ളിൽ ഈ പെട്ടി നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. നിങ്ങൾ ധൈര്യമായി പോയി കിടന്നുറങ്ങിക്കോളൂ. കിട്ടൂല സൈനബ കിട്ടൂല, ഈ പെട്ടി നിനക്കും കിട്ടൂല. ഓടണ്ട ആമിന ഓടേണ്ട, ഓടി ഓടി തളരേണ്ട. കിട്ടൂല ആമിന കിട്ടൂല, ഈ പെട്ടി നിനക്കും കിട്ടൂല, കിട്ടൂല സൈനബ കിട്ടൂല. അതാരാണപ്പ? ഇതേതാണപ്പ ഒരു ചെറുത്താൻ കാർന്നിറങ്ങിക്കുന്നത്? പാന്റ്, കോട്ടും, വെളുത്ത കണ്ണട, ഷൂസ്, ഓന്റെ ഒരു പത്രാസ് കണ്ടില്ലേ? ഈ പക നമ്മളെ അടുത്തേക്കാണല്ലോ വരുന്നത്. നമ്മൾ പറഞ്ഞ വല്ലതും കേട്ടോ? എന്താലാക്കാണാവോ? എല്ലാം പറ. പുത്തമ്പുരക്കൽ ബാപ്പൂട്ടിയുടെ വീട് അറിയാമോ? അറിയോന്നോ? എന്താ ഇത്ര സംശയം? ഓരറിയാത്തവരാരാ ഈ നാട്ടിലുള്ളത്? പഴയ പെർമാണിയല്ലേ? ആനെ, കുതിരെ, കാലാൾപ്പട. ബാപ്പുട്ടി കെട്ടിയോൾ എത്രയെന്നാ? ഇപ്പൊ 2 നിലവിലുണ്ട്. അങ്ങനത്തെ മനുഷ്യനാ. പറഞ്ഞിട്ടെന്താ, ഇപ്പൊ എല്ലാം പോയി. ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പൊ അയാളെ ആരും നോക്കൂലെന്ന്. 2 കെട്ടിയോളൂ, വന്ന ബുദ്ധി ഒരു മകനുണ്ട്. കെട്ടിയോള് 2ഉം ഇപ്പോഴും ചെറുപ്പം തന്നെയാ. ബാപ്പൂട്ടീന്റെ കെട്ടിയോളെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല, അത്ര ചെറുപ്പാ. എന്നാ അയാളോ സൂക്കേടൊക്കെ പൊടിച്ച് ഒരു കോലായിക്കണ്. അയാളെ ഇപ്പൊ അവരൊന്നും നോക്കൂലെന്ന്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പടച്ചോന്റെ കളിയാ. എന്റെ വർത്തമാനത്തിന് കുറച്ച് സമയം പോയല്ലേ, എന്നാ ഇനി നേരം വൈകണം. ആ കാണുന്ന ഇടവഴിയിലൂടെ പോയ ആദ്യം കാണുന്ന ആ പഴയ വീടില്ലേ, അത് തന്നെ. ശരി ശരി.
ആമിന, സൈനബ, സൈനബ, ഇവറ്റങ്ങളിത് എവിടെ പോയി കിടക്കാത്? ഏയ്, വിളിച്ചാലൊട്ട് വിളിയും കേക്കില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? വല്ലാത്തൊരു ജീവിതമായി പോയല്ലോ പടച്ചോനെ. ഈ വയ്യാത്ത കാലത്ത് എന്നെ നോക്കാണ്ട് എന്തെടുക്കാടി അവിടെ? എടി, ഇങ്ങക്കൊക്കെ വേറെ വല്ല രഹസ്യക്കാരും ഉണ്ടടി അവിടെ? പാടി രണ്ടും ഇവിടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ദാ ഓരോ രഹസ്യക്കാര് വരുന്നുണ്ട്. പുത്തമ്പുറക്കൽ ബാപ്പുട്ടിയുടെ വീടാണോ ഇത്? പുത്തമ്പുറക്കൽ ബാപ്പുട്ടിയുടെ വീടാണോ ഇത്? ആർക്കാപ്പോ സംശയം? ഇതന്നെയാണോ ബാപ്പുട്ടിയുടെ വീട്? മൂപ്പർക്ക് എന്താ ചോദിച്ച ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, എന്നെ അറിയാത്തവരാരാ ഈ നാട്ടിലുള്ളത്? അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ബാപ്പുട്ടിയുടെ മക്കളായിരിക്കും അല്ലേ? ഞാൻ ബാപ്പുട്ടിക്കാന്റെ കെട്ടിയോളാ. ഞാനും. സോറി, ഞാൻ വീണ്ടും വരും. ഓ, ഈ വയ്യാത്ത സമയത്താ നിങ്ങളൊരു മുടി അറപ്പിക്കല്. നേരം വെളുത്തിട്ട് ഇത്ര നേരായി. ലൊഹറ് ബാങ്ക് കൊടുക്കാറായി. എണീറ്റിട്ട് ഒരു കാൽച്ചായ പോലും കിട്ടിയിട്ടില്ല. വയറ് കാണാൻ തുടങ്ങി. എന്റെ കെട്ടിയോളെന്നും പറഞ്ഞ് ഈ പൊരയില് രണ്ടെണ്ണുണ്ട്. ഓർക്ക് പെന്നെ നോക്കാൻ നേരമില്ലാണ്ടായി. ഓരോ ചിന്തയൊക്കെ ഇപ്പൊ വേറെയാ. നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നന്നായി അറിയാടി. രഹസ്യക്കാര് വന്നു പോയപ്പോ നിങ്ങക്ക് എന്നെ വേണ്ടാണ്ടായി. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഈ ബാപ്പൂട്ടിയെ നിങ്ങക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടി. അങ്ങനൊന്നുമില്ല. എന്തായാലും പറ. ആയിക്കോട്ടെ, മൂപ്പർക്ക് അത്ര ഇതൊന്നും ഇല്ലെന്നേ. അയാൾക്ക് കണ്ണും കൂടി കാണൂല. ഓക്കെ, രാത്രി കാണാട്ടോ. ഓ, രാത്രി കാണാമോ? രാത്രി ആയിരിക്കോ? രാത്രി കാണാമോ? എന്താ വിളി വായിക്കണേ? നിർത്ത് പടച്ചോനെ. പറ്റങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്. ഇയാൾക്ക് ഭ്രാന്താ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സുരേഷ് ഗോപിന്റെ നല്ലൊരു അടിപൊളി സിനിമ കളിക്കുന്നുണ്ട്. ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ സുരേഷൻ ഗോപി തല്ലും പൊടി. ഓർമ്മയുണ്ടോ ഈ മുഖം? ഈ
എന്റെ ബാപ്പാനെ പോലെ എന്താ ചെയ്യാ? ബാപ്പ എന്ത് ചെയ്തു എന്നാ ഉമ്മ പറയുന്നത്? ഇനി എന്ത് ചെയ്യാനാടാ? അയാളെ കൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥത ഇല്ലാണ്ടായി. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ? അയാളെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ എന്താ? എങ്ങനെ ഒഴിവാക്കാനാ? തച്ചു കൊല്ലാൻ പറ്റുമോ? ഓ, നിങ്ങളെ കൊണ്ട് തോറ്റു. കൊല്ലാനല്ലാന്ന്. നമുക്ക് പാപ്പാനെ പായസമാരെ സ്കൂളിൽ കൊണ്ടാക്കിയാലോ? എവിടെങ്കിലും കൊണ്ടാക്കി. നീ എന്ത് ചെയ്താലും വേണ്ടില്ല. ശരി ഉമ്മ, ഒട്ടും വൈകണ്ട. ഈ അതിനുള്ള ഏർപ്പാട് എന്താ വെച്ചാ ചെയ്തോ. ഞാൻ പോയിട്ട് വരാം. എന്നോടാ നിങ്ങളുടെ കളി. ബാപ്പുട്ടി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആമിന, ആമിന പൊന്നോ, ഒന്നിങ്ങോട്ട് വന്നാ. സൈനബ, സൈനബോ, ഒന്നിങ്ങോട്ട് വന്നാണ് എന്റെ മുത്തേള്. സൈനബ, എന്റെ സൈനബ. എന്താന്ന്? സൈനബ, മുത്തേ, കരളെ, നീ ആ വാതിൽ നടക്കടാ. ഓ, എന്താ മനുഷ്യ ഈ മയ്യത്താവാൻ കാലത്ത്? വേണ്ടാട്ടാ. അയിനല്ലടി, നിന്നോടൊരു സ്വകാര്യം പറയാനുണ്ട്. വാതിലടച്ചില്ലെങ്കിൽ ആമിനെ കേക്കും. പോയി ആ വാതിലൊന്ന് നടക്കും. വാതിലടച്ച് നീ ഇവിടെ കുത്തിരിക്കേ. നീ നല്ലോളാ. ഓളുണ്ടല്ലോ ആമിന, ഓൾ ഒരുമ്പെട്ടോളാ. ഞാൻ നിന്നോട് മാത്രമായിട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി. നിന്നൊന്ന് ഒറ്റയ്ക്ക് കിട്ടണ്ടേ? എന്താന്ന് വെച്ചാ വേഗം പറയ്. വയസ്സാം കാലത്ത് ഇങ്ങോട്ട് ഒരു സ്വകാര്യം. സൈനബ, ഈ ദേഷ്യപ്പെടണ്ട. നിനക്ക് ഗുണം പിടിക്കണ നല്ലൊരു കാര്യം പറയാൻ ഞാൻ പോവുക. ഈ വിവരം ഇജ്ജ് വേറെ ആരോടും പറയരുത്. സൈനബ, ഇജ്ജ് ഈ പെട്ടി കണ്ട? ആ പെട്ടിയിലെ ഒരു കാര്യണ്ട്. പക്ഷേങ്കില് എന്റെ മരണശേഷം മാത്രമേ ആ പെട്ടി തുറക്കാവൂ. അതിനുള്ളിലുള്ള മുഴുവനും അനക്കുള്ളതാ. എന്റെ റബ്ബേ, ഇതാ ഈ താക്കോലോണ്ട് വേണം പെട്ടി തുറക്കാൻ. ഇത് നല്ലോണം സൂക്ഷിക്കണം. മാത്രല്ല ആമിനയെ പ്രത്യേകം സൂക്ഷിക്കണം. ഓള് ഇത് ഒരിക്കലും അറിയരുത്. എന്നാ, ഇത് വെച്ചാടാ. എന്റെ പുന്നാര പാപ്പട്ടിക്ക, ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. സ്നേഹം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു പൊറുക്കണം. നിങ്ങളെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് പാപ്പട്ടിക്ക. ഇനി മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഉമ്മയോ, ഒരു പേടിയില്ല. സൈനബ, നല്ലോണം മുറുക്കി പിടിച്ചോട്ടോ. കുത്തം വിടണ്ട. പാപ്പ ഇഞ്ചി അടിച്ച കൊരങ്ങന്റെ കാതിരിട്ടു. ഇതാ വെള്ളം കുടിച്ചോ, ക്ഷീണം മാറട്ടെ. വെള്ളം അവിടെ വെച്ചേക്ക്. ആമിന, എന്താ മനുഷ്യ, എന്തിനാ നിങ്ങൾ എന്നെ വെറുതെ വിളിക്കുന്നേ? ഞാൻ നിന്നെ വെറുതെ വിളിക്കണതല്ല, ഒരു കാര്യണ്ട്. എന്താച്ചോ പറഞ്ഞോളി. ആമിന, നീ ഇങ്ങ് അടുത്തേക്ക് വന്നിരിക്കേ. സൈനബ കേൾക്കണ്ട. ചാവാനായി കിടക്കുന്ന നിങ്ങൾക്ക് എന്ത് സ്വകാര്യ പറയാനല്ലേ? പറഞ്ഞോളിന്ന്. നിങ്ങൾ അവസാനത്തെ പൂതിയല്ലേ? നീ ഈ പെട്ടി കണ്ട? കണ്ടു. ആ പെട്ടിയിലൊരു നിധി. അത് എന്റെ മരണശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അതിനകത്തുള്ളതൊക്കെ അനക്കുള്ളതാണ്. ഈ വിവരം പരമ രഹസ്യായിരിക്കണം.
ആ പെട്ടി തുറക്കാനുള്ള താക്കോല. ഭദ്രായി സൂക്ഷിക്കണം കേട്ടോ. പോടുത്. ഞാൻ എത്തി. അകത്തേക്ക് ഇരിക്കാം. ഇത്താത്ത വിളിച്ച എനിക്ക് വൈകാൻ പറ്റുമോ? ഇത്ര വിശേഷപ്പെട്ട കാര്യം എനിക്ക് വേഗം വരാതെ പറ്റുമോ? അതേതായാലും നന്നായി. എന്താ എത്താതെ കാര്യം? എല്ലാം വിശദമായിട്ട് പറയാം. ഇതാണ് കാര്യല്ലേ, നമുക്ക് വഴി ഉണ്ടാക്കാം. സംഗതി അത്ര എളുപ്പമല്ല. ഇവിടുത്തെ മനുഷ്യന്മാരെ പോലെ തന്നെ ഇവിടുത്തെ 4 ചുമരുകൾക്ക് കണ്ണും കാതും ഉള്ളതാ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത്താത്ത ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഒക്കെ ഞാൻ ഏറ്റൂന്ന്. അത് മതി. ഇജ്ജ് ബാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുത്തിരിക്കും. ഇനി വന്ന കാര്യം പറയും. മൊയിലായിരിക്ക, നമ്മളെ പൊരയിലൊരു നിധിയുണ്ട്. അത് എനക്കുള്ളതാ. പക്ഷേങ്കില് എന്റെ കെട്ടിയ മയ്യത്തായെങ്കിൽ എനിക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു നിസാര കാര്യം. കെട്ടിയോനെ കൊന്നാ പോരെ? കൊല്ലാന്നൊക്കെ പറഞ്ഞാല് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? ഒരാളെ കൊല്ലാൻ എന്താ അത്ര പണിയുള്ള കാര്യം? എന്തെങ്കിലും ഒരു എളുപ്പ വഴി മൊയ്ലിയുടെ മനസ്സിൽ തെളിയുന്നുണ്ടാ? വിഷം വെച്ച് കൊന്നാ പോരെ? അത്ര കടന്ന കൈ വേണ. എന്നാ പിന്നെ ഷോക്ക് അടിപ്പിച്ച് കൊന്നാലോ? ഷോക്ക് അടുപ്പിക്കുന്ന കാര്യം പ്രയാസ. ഒന്നാമത് ഇപ്പോൾ വോൾട്ടേജ് നന്നേ കുറവാണ്, ബൾബ് വരെ കത്തുന്നില്ല. അതുകൊണ്ട് അത് നടക്കുന്നു തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു നൂല് അങ്ങോട്ട് മന്ത്രിച്ച് തരാം. ആ നൂല് മുറിക്കുള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ കെട്ടിത്തൂക്കിയാൽ മതി. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹി അല്ലദീ യഹ്മദു പടച്ചോനെ, 20 നോട്ടായിട്ട് ഗാന്ധിത്തര തന്നെ ആയിക്കോട്ടെ. നടക്കട്ടില്ല. ഞങ്ങൾ വേഗം പോകാൻ നോക്കി. എന്നാ ശരി. പടച്ചോനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് നടക്കട്ടില്ല. ഒക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. പറഞ്ഞു. ആ കാര്യത്തെ കുറിച്ച് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണം. ഞാൻ കക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 25ആയി. ഞാൻ തുറക്കാത്ത പെട്ടികളില്ല. ആ കണക്കിന് ഇതൊരു നിസ്സാര കാര്യമല്ലേ? വെറും 24 മണിക്കൂറിനുള്ളിൽ ഈ പെട്ടി നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. നിങ്ങൾ ധൈര്യമായി പോയി കിടന്നുറങ്ങിക്കോളൂ. നടന്നാ മതിയായിരുന്നു.
പെട്ടിയുടെ കിടപ്പ് തെക്കേ കന്നിമൂലയിൽ. അതെടുക്കണമെങ്കിൽ വടക്കേ കന്നിമൂലയിൽ കൂടി കിഴക്കോട്ട് തിരിഞ്ഞു വേണം അതെടുക്കാൻ. ശ്ശേ, ഓ പേടിപ്പിച്ച് കളഞ്ഞു കൊതു. കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ. ഈ വീട് നമുക്ക് ബോംബ് വെച്ച് തകർത്താലോ? ബോംബ് വെച്ചാ പെട്ടി അടക്കാൻ തകരില്ലേ? അതിനൊക്കെ ഒന്നും വേണ്ട. എന്നാ നമുക്ക് വേറെ വഴി നോക്കാം. ശരിയടി. അന്നാ ഞാൻ നാളെ വിളിക്കാം. എന്താടാ ഈ കിതക്കണേ? നീ കാര്യം എന്താ വെച്ചാ പറയ്. ബാപ്പ വിളിച്ചിട്ട് മിണ്ടുന്നില്ല, ഒരനക്കില്ല. മയ്യത്തായിന്നാ തോന്നുന്നു. എന്റെ റബ്ബേ, വേഗം വരി. നേരാണോ മോനെ നീ പറയണേ? പാടി പോയി നോക്കാം. ആള് കളി. ബാപ്പ, ബാപ്പ, അയ്യോ ബാപ്പ. ആരെ മുറിക്കാത്തെ? ഇവര് കള്ളന്മാരാണോ? ഇറങ്ങ് പുറത്ത്. അനക്കെന്താ മുറിക്കുള്ളി കാര്യം? വേഗം വാതിലുറക്ക്. ചവിട്ടി പൊളിക്കും ഞാൻ. ഇറങ്ങണി പുറത്ത്. ചവിട്ടും ഞാൻ. ഇറങ്ങണി ഇങ്ങോട്ട്. അത് എനിക്കുള്ള പെട്ടിയാടി. തുറക്കിങ്ങോട്ട്. തുറക്കടി. ഇറങ്ങണി. വാതിലുറക്ക്. ഇങ്ങനെ അങ്ങോട്ട് തുറന്ന്. ഇരിക്കടി അവിടെ. അന്റെ കളി ഇതായിരുന്നല്ലേ? കൊണ്ടടി എന്റെ പെട്ടി. അന്റെ വാപ്പച്ചിക്ക് അനുവാദം തന്ന പെട്ടിയാടി. നിക്കടി അവിടെ. നീ ഓടല്ലടി. ഇജ്ജ് എന്താടി ഇങ്ങനെ ഓടല്ലടി? കൊണ്ടാടി എന്റെ പെട്ടി. ഓ, എന്റെ പെട്ടി കൊണ്ട് ഓടുന്ന ഓള്. എന്താടി ഇത്? നിക്കടി. കൊണ്ടാടി എന്റെ പെട്ടി. വല്ലാത്തൊരു ചതിയായി പോയല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് വാപ്പുട്ടിയുടെ വീട്ടിലെ കുതിരക്കാരനായിരുന്നു ഹനീഫ. ഹനീഫയുടെ സുന്ദരിയായ ഭാര്യയെ
തന്നിൽ കീഴ്പ്പെടുത്താൻ പലതവണ ശ്രമിച്ച് ബാപ്പുട്ടി പരാജയപ്പെട്ടു. തന്ത്രപൂർവ്വം ഹനീഫയെ ബാപ്പുട്ടി സേലത്തേക്ക് പറഞ്ഞേക്കുന്നു. ഈ അവസരം മുതലെടുത്ത് അന്ന് രാത്രി ബാപ്പുട്ടി ഹനീഫയുടെ ഭാര്യ സീനത്തിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഗർഭിണിയായ സീനത്ത് ബാപ്പുട്ടിയെ ചേർത്ത് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ബാപ്പുട്ടി ബലമായി സീനത്തിനെ കീഴ്പ്പെടുത്തുന്നു. പിടിവലിക്കിടയിൽ തലയടിച്ച് നിലത്ത് വീണ സീനത്ത് തൽക്ഷണം മരിക്കുന്നു. ഹനീഫയെ ബാപ്പുട്ടിയുടെ ആൾക്കാർ യാത്രാമധ്യേ ഒരു വാഹനം കയറ്റി കൊല്ലുന്നു. 2 കൊലപാതകങ്ങളും തെളിവിൻ്റെ അഭാവത്തിൽ തെളിയിക്കപ്പെടുന്നില്ല എന്ന് ഊമയായ ബാപ്പുട്ടിയുടെ മകൾ ഫാത്തിമ. ഈ അടുത്ത് തെളിവായി ലഭിച്ചതിനാൽ ഇവർ അർഷേ ജയിലിൽ പോയി കിടക്കാനാവും നമ്മളെല്ലാം വിധി. ചെയ്തില്ലല്ലോ. ആ മറ്റേ ടീച്ചറിനെ പിടിച്ചോ, ഉമ്മ പിടിച്ചോളി. അത് കാണണ്ട. വിധിക്ക് വേണ്ടി ബാപ്പുട്ടിയുടെ മരണം കാത്തിരുന്ന ഭാര്യമാരായ ആമനയും സൈനബയും മന്ദബുദ്ധിയായ മകനും അളിയനും ഇനി ജയിലിലേക്കോ അതോ ജീവിതത്തിലേക്കോ ഇനിയെങ്കിലും ഓർക്കുക, അത്യാഗ്രഹം ആപത്തിലേക്ക്.